ഇവിടെയൊക്കെ ഭരണഘടനയെ കുറിച്ച് പറയുന്ന ആളുകൾ 1975 ഇന്ദിരാഗാന്ധിയുടെ കാലിന്റെ അടിയിൽ കൊണ്ടാണ് നിങ്ങൾ ഭരണഘടനയെ വെച്ചത്. ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആളുകളാണ് നിങ്ങൾ ഇവിടെ പറയുന്നത്. പിന്നെ 2011 അണ്ണാ ഹസാരയുടെ സമരത്തെയും ബാബാ രാംദേവിന്റെ സമരത്തെയും 2012 നിർഭയ സമരത്തെയും നിങ്ങൾ എങ്ങനെയാണ് നേരിട്ടതെന്ന് ചരിത്രമെടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇത്തവണ 100-ൽ നിന്ന് 32-ലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്തവണ കുണ്ടറ അണ്ടി ആഫീസിൽ നിന്ന് കാറ്റ് കൊള്ളാനുള്ള അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഗുജറാത്ത് ശൂലം ഭ്രൂണം അത് മാത്രമേ പറയാൻ ബാക്കിയുള്ളൂ. ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഗാന്ധിവധത്തിലേക്ക് എത്തി, മണിപ്പൂരിലേക്ക് എത്തി. ഒരു നേതാവ് വന്നിരിക്കുന്നു. ഇത് രണ്ടിലും പരാജയപ്പെട്ട് കേന്ദ്ര സർക്കാർ അടിയറവ് പറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഡൽഹിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊട്ടിക്കാനുള്ള സംഭവമൊക്കെ റെഡിയല്ലേ? ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് എവിടെ കിട്ടാനാ? പടക്കത്തിന്റെ കാര്യമൂടെ പറഞ്ഞത്. അതൊക്കെ എപ്പോഴേ റെഡി. പൊട്ടിയാ മതിയായിരുന്നു. ഈ പ്രക്ഷോഭകാരികൾ ആദ്യഘട്ടം മുതൽ തിരഞ്ഞെടുത്ത സമര രീതി എന്തായിരുന്നു എന്നുള്ളതാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ എല്ലാം ചരിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം സഹന സമരത്തിലൂടെ വളരെ ക്രിയേറ്റീവായ പ്രൊട്ടസ്റ്റ് രീതികളിലൂടെ വികസിച്ച് വന്ന ഒരു സമരം ഏറ്റവും ഒടുവിൽ വലിയ ക്രൂരമായ ലാത്തിച്ചാർജിൻ്റെ മുമ്പിലും പിന്തിരിഞ്ഞു പോകാതെ, വലിയ പരിക്കേറ്റിട്ടും പിന്തിരിഞ്ഞു പോകാതെ നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് ഒരു മിലിറ്റൻസി അത് കൈവന്നിരിക്കും. സഹന സമരത്തിലൂടെ, സത്യാഗ്രഹത്തിലൂടെ, നിരാഹാരത്തിലൂടെ, ആദ്യം സത്യാഗ്രഹവും പിന്നെ നിരാഹാരത്തിലൂടെയും വികസിച്ച ഒരു സമരം പിന്നീട് വന്നപ്പോഴേക്കും വലിയ മിലിറ്റന്റായി മാറുകയായിരുന്നു. സ്വാഭാവികമായൊരു പരിണാമം നമുക്കതിൽ കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് എങ്ങനെയും ഒരു പിരിച്ചുവിടാനാവില്ല. ജൂലൈ മാസം 20-ാം തീയതി പാർലമെന്റിലേക്ക് മാർച്ച് വെക്കുന്നു. പാർലമെന്റ് പോലുള്ള ഒരു സ്ഥലത്തേക്ക് ഹൈ സെക്യൂരിറ്റി ഏരിയയിലേക്ക് മാർച്ച് നടത്തുന്ന സമയത്ത് അതിനാവശ്യമായ മുൻകൂർ അനുമതി എടുക്കാതെ നടത്തിയ മാർച്ച്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ പ്രതിരോധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അവിടെ ആ മാർച്ചിൽ എന്താണ് ഉണ്ടായത് എന്ന് കേരളത്തിലേത് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അഭിജിത്ത് ദീപ് കേക്ക് പോലും പറയേണ്ടി വന്നു, ഈ സമരത്തെ അക്രമകാരികളായിട്ടുള്ള ആളുകൾ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ബഹുമാനപ്പെട്ട സോനം വാങ്ചുക് പറയുകയുണ്ടായി, രാഹുൽ ഗാന്ധി ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്, വേറൊരു വഴിക്ക് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുകയാണ്, സ്വന്തം അജണ്ടകൾ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുകയാണെന്ന് എന്നുള്ള തരത്തിൽ പറയേണ്ടതായിട്ട് വരുന്നു. എന്താ വലിയ സന്തോഷം, ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ അക്രമകാരികളായിട്ടുള്ള ആളുകൾ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യുന്നതിനുള്ള ശ്രമം ആ സമരത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി ചോദിച്ച വിഷയത്തിലേക്ക് വരാം. ഇവിടെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമ്മർദ്ദത്തിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. വളരെ വ്യക്തതയോട് തന്നെ ഞങ്ങൾ പറയാം, ഈ സമരത്തിലെ അക്രമം നടത്തുന്ന അക്രമകാരികൾക്കെതിരെയാണ് നമ്മുടെ നിലപാടുള്ളത്. ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിനെതിരെ ഇതുവരെയായിട്ട് യാതൊരുവിധ തരത്തിലുള്ള നിലപാടും സ്വീകരിച്ചിട്ടില്ല. പിന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നുഴഞ്ഞു കയറിയ ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ ദേശദ്രോഹ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാം അത് സംഘപരിവാറുകാരാണ്. ഒരു തർക്കവും വേണ്ട. കർഷക സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് ഖാലിസ്ഥാൻ തീവ്രവാദികളാണ് എന്നുള്ള വ്യാജേന നുഴഞ്ഞു കയറി ദേശീയ പതാക കീറിയെറിഞ്ഞതുവരെ സംഘപരിവാറുമായി ബന്ധമുള്ളവരാണെന്ന് നമ്മുടെ മുമ്പിലുള്ള ചരിത്രമാണ്. എല്ലാ കാലത്തും ഈ രാജ്യത്ത് ആസൂത്രിതമായി കലാപമുണ്ടാക്കി ന്യായമായിട്ടുള്ള അവകാശ പോരാട്ട സമരങ്ങളെ പൊളിക്കാൻ വേണ്ടി നുഴഞ്ഞു കയറി മുദ്രാവാക്യം വിളിക്കുന്നത് സംഘപരിവാറിന്റെ പണിയാണ്. പിന്നെ ദേഷ്യം വരാതിരിക്കോ? നിങ്ങളുടെ ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആണ്. അതുകൊണ്ട് ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആളുകൾ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ നിമിഷം വരെ നുഴഞ്ഞു കയറ്റക്കാരെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്റലിജൻസ് ഫെയിലിയർ അല്ലേ? നിങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെ സകല പരിപാടിയും ആകാശത്തോടെ പറന്നു പോകുന്ന പറവ വരെ നിങ്ങൾ നിരീക്ഷിക്കാൻ സംവിധാനം ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. എങ്കിൽ പിന്നെ നുഴഞ്ഞു കയറിയ ഈ അക്രമകാരികളായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിരായുധരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ന്യായമായ ആവശ്യം ഉന്നയിക്കുന്ന വിദ്യാർത്ഥികളെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. പെൺകുട്ടികളെ ലൈംഗിക അതിക്രമം നടത്തുന്ന രീതിയിൽ വരെ അതിക്രമിക്കുന്നു, ആക്രമിക്കുന്നു, മുഖത്തടിക്കുന്നു, സ്വകാര്യ ഭാഗങ്ങളിൽ ലാത്തിക്കടിക്കുന്നു, കുത്തുന്നു. മൗനമായി നിൽക്കുക. ഇനി വരുന്ന ശബ്ദം ഏത് വഴിക്കാണെന്ന് ശ്രദ്ധിക്കണം. 2004-നും 2014-നും ഇടയിൽ 142 പരീക്ഷകൾ
അത് കേരളത്തിലെ PSC മുതൽ തുടങ്ങി ജമ്മു കാശ്മീരിലെ JPSC എക്സാം വരെയുള്ള 142 പരീക്ഷ ചോദ്യ പേപ്പറുകൾ ലീക്കായിട്ടുണ്ട്. അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എത്ര മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. എയിംസിന്റെ ചോദ്യപേപ്പർ വരെ, പരീക്ഷയുടെ ചോദ്യപേപ്പർ വരെ ചോർന്നിട്ടുണ്ട്. അന്ന് 2004-നും 2014-നും ഇടയിൽ 3 പേരെ വ്യത്യസ്തമായ സമയത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിമാരായിരുന്ന ആളുകളുണ്ട്. കപിൽ സിബൽ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരാരൊക്കെ രാജിവെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഏറ്റവും അവസാനം 2018-നും 2023-നും ഇടയിലെ 19-ലധികം ചോദ്യ പേപ്പർ രാജസ്ഥാനിൽ ചോർന്നിട്ടുണ്ട്. അന്ന് രാഹുൽ ഗാന്ധി രാജസ്ഥാനിലെ ആരും രാജിവെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ ഒരു ചില പ്രത്യേക വിഷയം വരുന്ന സമയത്ത് അവിടെ ഇത്തരത്തിലുള്ള അഭിപ്രായം പറയുകയും BJPയുടെ കാര്യങ്ങളെല്ലാം അക്കൗണ്ടബിൾ ആവുകയും അവരുടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതൊന്നും അക്കൗണ്ടബിൾ അല്ല എന്നുള്ള തരത്തിൽ പറയുന്നു. എന്തിനേറെ പറയണം, ആഴ്ചകൾക്ക് മുൻപാണ് കേരളത്തിലെ കേരള PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ ലീക്കായത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ പുതിയ UDF സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഉണ്ടായ വിഷയമാണ്. ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയോ UDFൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയോ രാജിവെക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ടോ? നീ ചുമ്മാ ഇരിയെടാ. എന്ത് ഇതുപോലെ കുറെ കള്ളജാടകളെ ഞാനും കണ്ടിട്ടുള്ളതാ. നീ വന്നേ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഘപരിവാറുകാരനാണ്, അത് ഞങ്ങൾ രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു എന്ന് അവിടെ രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇവിടെ ഇതിനകത്ത് അക്രമകാരികളായ ആളുകൾ ഇത് ഹൈജാക്ക് ചെയ്യപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത് അഭിജിത്ത് ദീപ്കെയാണ് പറഞ്ഞത്, സോനം വാങ്ചുക്കാണ് പറഞ്ഞത്. അതാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞത്. അല്ലാതെ ഞങ്ങൾ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പല ആളുകളും, അക്രമകാരികളായ ആളുകൾ ഇതിനെ മുതലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. കഴുത്ത് ഇപ്പോഴും നല്ല വേദന ഉണ്ടോ? ഇതെന്നെ കൊണ്ടേ പോകും. പക്ഷെ അവനെന്നെ ശരിക്കും അറിയത്തില്ല. നിങ്ങൾക്ക് താങ്ങായി നിങ്ങളുടെ കരുത്ത്, നിങ്ങളുടെ അഹന്തയുടെ അഹങ്കാരത്തിന്റെ ഒരു ഘടകം എന്തായിരുന്നു? ഗോദി മീഡിയ ആയിരുന്നു. ഇന്ത്യയിലെ എല്ലാ കൺവെൻഷണൽ മീഡിയ ഹൗസിനെയും നിങ്ങൾ കൈയടക്കിയിരുന്നു. നിങ്ങൾ രാജ്യത്തെ മുഴുവൻ ഏജൻസികളെ, ഏത് അന്വേഷണ ഏജൻസികൾ നിങ്ങളുടെ പരിധിയിലായി. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളെ നിങ്ങളുടെ പരിധിയിലാക്കി. നിങ്ങൾ പണം കൊണ്ട് പ്രതിപക്ഷത്തെ വിലയ്ക്ക് വാങ്ങാൻ നോക്കി. നിങ്ങൾ പണം കൊണ്ട് പാർലമെന്റിനുള്ളിൽ യാന്ത്രികമായ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ നോക്കി. സംസ്ഥാന ഗവൺമെന്റുകളെ നിങ്ങൾ അട്ടിമറിച്ചു. ഇങ്ങനെ എന്തെല്ലാം എക്സസീവ് പവർ യൂസ് ചെയ്തു, പണം യൂസ് ചെയ്തു. അങ്ങനെ നിങ്ങൾ ചെയ്തൊരു വർക്കായിരുന്നു. നിങ്ങൾക്കെതിരായൊരു നരേറ്റീവും വരാൻ പാടില്ല എന്ന് കരുതി നിങ്ങൾ ഈ രാജ്യത്തെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെയും ഒന്നുകിൽ ജയിലിലടച്ചു, ഇല്ലെങ്കിൽ നിങ്ങൾ വില കൊടുത്തു വാങ്ങി നിങ്ങളുടെ കോർപ്പറേറ്റ് ശിങ്കടികളെ കൊണ്ട്. എന്താ ഇപ്പോൾ കണ്ട കാഴ്ച? നിങ്ങളത് കണ്ടില്ലേ? ആ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് ദി ഡെമോക്രസിയോടെ, ജനാധിപത്യത്തിൻ്റെ കാൽ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തില്ലെങ്കിൽ നിങ്ങൾ വേണ്ട, നിങ്ങൾ മാറി നിൽക്കുക, ഞങ്ങൾ ഈ പണിയെടുത്തോളാം. ഓരോ മനുഷ്യനും ഓരോ മാധ്യമ സ്ഥാപനമായി മാറിയില്ലേ? വേണോ? ഇവരെ കൊണ്ട് തന്നെ ഈ മണ്ണിനെ നോവിപ്പിക്കണോ? റഹീമും മറ്റേ ജിൻഡോ ജോണും പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്. ഇവിടെ നരേന്ദ്രമോദിയുടെ അഹന്തയ്ക്കുള്ള മറുപടി ലഭിക്കുമെന്ന് റഹീം പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് എനിക്ക് വിനയത്തോട് പറയാനുള്ളത്, ഇവിടെ അഹന്തയ്ക്കുള്ള മറുപടി ലഭിച്ചത് സഖാവ് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും 100-ൽ നിന്ന് ഇന്നിപ്പോ 32-ലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാരും വിളിച്ചു. ഇത്തവണ 100-ൽ നിന്ന് 32-ലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്തവണ കുണ്ടറ അണ്ടി ആഫീസിൽ ഇരുന്ന് കാറ്റ് കൊള്ളാനുള്ള അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിൽ നിന്ന് അവർ താഴേക്ക് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ചാറ്റ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും. പോരെ? അപ്പൊ പിരിയാലോ? അപ്പൊ ശരി, ഇന്നത്തേക്കിന് പിരിയാം.